ശരിക്കും അതും വളരെ സത്യമാണ്, വളരെ സത്യമാണ്. ഞാൻ ഇവിടെ പറയാറുണ്ട്, ഞാനല്ലെങ്കിൽ എന്ത് ചെയ്താന് സെയിം ടു യു എന്നോട് ഇടയ്ക്ക് പറയാറുണ്ട്. എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും കംപ്ലീറ്റ്ലി ഞങ്ങൾ മനസ്സിലാക്കുന്നത് തന്നെ കല്യാണം കഴിഞ്ഞിട്ടാ. ഭയങ്കര സഡൻ ആയിട്ടുള്ള കല്യാണമായിരുന്നു. നമ്മൾ വിചാരിച്ചിട്ടില്ല കല്യാണം കഴിക്കുന്നത്, നമുക്ക് ടൈം കിട്ടുമെന്ന് നമ്മൾ വിചാരിച്ചു, നമ്മൾ ടൈം കിട്ടുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തു, പക്ഷെ ഒന്നും നടന്നില്ല. ശരിക്കും റിസ്ക് എടുക്കുമായിരുന്നല്ലേ? ഓണസ്റ്റ്ലി സ്പീക്കിംഗ് ആണെന്ന് തന്നെ പറയാം. അല്ല, ചില ആൾക്കാർ പറയും പരസ്പരം മനസ്സിലാക്കിയിട്ട് കല്യാണത്തെ പറ്റി ആലോചിക്കാം എന്ന് പറയും. പക്ഷെ ഞങ്ങളുടെ കേസിൽ ഞാൻ പറയും കല്യാണം കഴിഞ്ഞിട്ട് പരസ്പരം മനസ്സിലാക്കിയ പോലെ, പ്രൊവൈഡഡ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുകളെ അക്സെപ്റ്റ് ചെയ്യാനും ഒക്കെ ആ ഒരു ബാലൻസ്. നിങ്ങൾ ഇപ്പം അവിടെ ഒരാള് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ഒന്ന് കണ്ണടയ്ക്കുമ്പോൾ നിങ്ങളും അതുപോലെ കണ്ണടയ്ക്കണം. അല്ല ഞാൻ മാത്രം ഇങ്ങനെ നിന്നിട്ട് എന്നാ പിന്നെ നീ എല്ലാം അങ്ങനെ ചെയ്തോ, അത് നടക്കത്തില്ല. രണ്ടുപേർക്കും ആ ഒരു ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. അങ്ങനെ എടുക്കണം. ഞങ്ങൾ അങ്ങനെ എടുത്തു. നിങ്ങൾ അങ്ങനെ എടുത്തത് കൊണ്ട്. പക്ഷെ ചിലപ്പോൾ ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടർ ഉള്ള ആളുകളാണെങ്കിൽ വന്ന് പെട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ അവിടെയാണ് നേരത്തെ പറഞ്ഞതിന് പ്രസക്തി ഉള്ളത്. ഞങ്ങളങ്ങനെ വരുന്ന എന്തായാലും നമ്മൾ തുടങ്ങി, എന്ത് വന്നാലും നമുക്ക് ഫേസ് ചെയ്യാം എന്നുള്ളതാണ്. ഫൈനാൻഷ്യലി ഞങ്ങൾ 0.1% പോലും സെറ്റ് ആകാത്ത സമയത്താണ് എല്ലാം. എന്ന് വെച്ചാൽ നമ്മൾ സീറോന്ന് സ്ക്രാച്ച് തുടങ്ങിയതാണ്. നമ്മൾ രണ്ടുപേരും സീറോ ഒന്നും അല്ല, മൈനസ്. അത് തന്നെ, അങ്ങനെയൊക്കെ പറയാം, മൈനസ് തുടങ്ങിയത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ചൊരു റാപ്പ് ഉണ്ടായിരുന്നു. അപ്പം ചിലവരാണെങ്കിൽ റിലേഷൻഷിപ്പ് പറയും, ഓ നിന്റെ വീട്ടിൽ അങ്ങനെയുണ്ട്, എന്റെ വീട്ടിലില്ല, അതുകൊണ്ടാണ് നിനക്ക് വലിയ ജാടാഹങ്കാരം. പക്ഷെ നമുക്ക് അങ്ങനെ പറയേണ്ട ചാൻസേ ഇല്ല. കോമൺ ഗോൾ ഉണ്ടായിരുന്നു. എക്സാക്ട്ലി. നമ്മളിപ്പോ രണ്ടുപേരും അതിന് വേണ്ടി ഒരു ഡ്രൈവിംഗ് ഫോഴ്സിൽ അങ്ങനെ പോകുമായിരുന്നു. ഞാൻ കല്യാണത്തിന് മുമ്പ് ഞങ്ങൾ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യങ്ങളും ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു. അപ്പം അവരുടെ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ബ്രേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്ന കാര്യങ്ങൾ കൂടെ വന്നിട്ടുണ്ട്, എന്റെ വീട്ടിലെ കാര്യങ്ങൾ ഇങ്ങനെയാണ്. ബാക്കിയൊക്കെ ഞങ്ങൾ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം മുതൽ ഓക്കെ. ഏറ്റവും വലിയ കാര്യം സ്ത്രീധനം എന്നൊക്കെ പറയുന്ന ഇപ്പോഴത്തെ ഭയങ്കര പ്രശ്നങ്ങളുണ്ടല്ലോ, അതൊന്നും ഞങ്ങളുടെ ഇടയിൽ വലിയ ഉപകാരം കൊണ്ട് ഉണ്ടായില്ല. അപ്പൊ നിങ്ങളുടെ ചോയ്സ് നല്ലതായിരുന്നു. ആ സമയത്ത് എടുത്ത ഡിസിഷൻ ആണെങ്കിൽ ഞാനും വിചാരിക്കും, ഞാൻ ടീനേജിലാണ് എന്റെ ഹസ്ബൻഡിനെ കണ്ടത്. വിചാരിക്കും ലൈക്ക് അത് എങ്ങനെയോ വർക്ക്ഔട്ട് ആയതാണ്. ചിലപ്പോൾ വേറൊരാളാണെങ്കിൽ നമ്മൾ 10 ബ്രേക്കപ്പ് കഴിഞ്ഞ് പോയിട്ടുണ്ടായെന്ന് ഞാൻ വിചാരിക്കും. അല്ല, ഞാനിപ്പം ഞങ്ങളുടെ ഇപ്പം 7 years ആണ്. അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കും, 7 years എന്ന് പറയുന്നത് പരസ്പരം മനസ്സിലാക്കിയ ഒരു 7 years ആണ്. അപ്പൊ ഇപ്പം നമ്മൾ കുറെ ന്യൂസും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ ആ ഒരു ഡിവോഴ്സ് റേറ്റ് ഭയങ്കര കൂടുതലായിട്ടുള്ള സമയത്ത് 7 വർഷം ഒരുമിച്ചു, ഇനി എന്തോരം വർഷങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരു 10 വർഷം ഒരുമിച്ച് ജീവിച്ചവരെയൊക്കെ കാണുമ്പോൾ ആക്ച്വലി അത് ഭയങ്കര വലിയൊരു കാര്യമായിട്ട് തോന്നും. ഞങ്ങളുടെ ജീവിതത്തിലും തല്ലും ബഹളവും വഴക്കും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതുണ്ടായാലേ കാര്യമുള്ളൂ. പക്ഷേ ഇത് തിങ് ഈസ് ഞങ്ങൾ രണ്ടുപേരും ഇപ്പം ഞാനൊരു മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പറഞ്ഞ പോയിന്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആദ്യം സംഭവിച്ചു കൊടുത്തില്ലെങ്കിലും അത് മനസ്സിലായി കഴിഞ്ഞാൽ തിരിച്ചു എന്ന് പറയും അതെന്റെ ഭാഗത്ത് ഉള്ള മിസ്റ്റേക്കാണ്.